ചാപ്റ്റർ 2-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ്സ് ഓഫ് എ മൈനർ പാർട്ട്ണർ. ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു മൈനർ വന്നു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പാർട്ട്നേഴ്സിന് കേസിൽ മൈനേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ട പോയിന്റുകൾ, മൈനറിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ള പോയിന്റ് മെൻഷൻ ചെയ്ത് എഴുതുക. അതേപോലെ മൈനറിന് പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യപ്പെടാൻ പാടുള്ളൂ, റിസ്ക്കും അതേപോലെ തന്നെ ലൈബിലിറ്റിയും ഒന്നും അവരുടെ മേളിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല, അത് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക്, മൈനർ ആയിരിക്കുന്ന വ്യക്തിക്ക് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഇൻസ്പെക്ഷന് സാധിക്കും, അവർക്ക് വന്ന് നോക്കാനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സുകുമാർ ഷെട്ടി അപ്രോച്ചസ് യു വിത്ത് ദ ഇന്റൻഷൻ ഓഫ് സബ്സ്ക്രൈബിംഗ് ടു ഷെയർസ് ഇൻ എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. He wants to know the privileges enjoyed by the private limited company. Can you help him? അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ട ഉത്തരം എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് എന്തൊക്കെയാണോ അതാണ് ഇവിടെ മെൻഷൻ ചെയ്ത് പോകേണ്ടത്. ഇപ്പൊ എന്തൊക്കെ എഴുതാം? പ്രൈവറ്റ് കമ്പനി 2 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യകത ഇല്ല. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് കമ്പനി പെട്ടെന്ന് തുടങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണോ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നത് അപ്പം തന്നെ അവർക്ക് ബിസിനസ് തുടങ്ങാം. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2 ഡയറക്ടേഴ്സ് മതി. പ്രൈവറ്റ് കമ്പനി ഈസ് നോട്ട് റിക്വയർഡ് ടു എക്സ്പ്ലൈൻ ഓർ ഇൻഡെക്സ് ദ മെമ്പേഴ്സ്. അതായത് അവരുടെ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവിടെ എത്ര ലോൺസ് വേണമെങ്കിലും ഡയറക്ടേഴ്സിന് എടുക്കാം, അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയെ കുറിച്ച് അറിയാവുന്നത്, അങ്ങനെ അതിന്റെ പ്രിവിലേജസ് എല്ലാം നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ടേം യൂസ് ചെയ്ത്, ചിലപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യമായിരിക്കും, ചിലപ്പോൾ പാർട്ണർഷിപ്പിന്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ ജനറലി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നായിരിക്കും, ചിലപ്പോൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ കാര്യമായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പി, ക്യു ആൻഡ് ആർ ഡൂയിങ് പാർട്ണർഷിപ്പ് ബിസിനസ്. പിയും ക്യു ആറും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുകയാണ്. പി ഹാസ് നോ ടൈം ടു എൻഗേജ് ഇൻ ദ ബിസിനസ് ആൻഡ് ഓൾ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ബൈ മിസ്റ്റർ ക്യു. ആർ ബിഹേവ്സ് ഇൻ സച്ച് ഫാഷൻ that he is mistaken to be a partner by third party. Identify the types of partners. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? 3 സിറ്റുവേഷൻസ് തന്നിട്ട് ടൈപ്പ് ഓഫ് പാർട്ണറെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ണർ നോക്കൂ, പി. പി ഹാസ് നോ ടൈം ടു എൻഗേജ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എൻഗേജ്ഡ് ആവുന്നതേ ഇല്ല. അത് എന്ത് തരത്തിലുള്ള പാർട്ണറാണ്? ബിസിനസ്സിൽ എൻഗേജ്ഡ് ആവാത്ത ആളാണ് സ്ലീപ്പിംഗ് പാർട്ണർ. സോ പി ഇസ് എ സ്ലീപ്പിംഗ് പാർട്ണർ. രണ്ടാമത് ക്യു. ക്യു ആണ് എല്ലാ മാനേജ്മെന്റ് ആക്ടിവിറ്റീസും ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നു. അതിൽ നിന്ന് തന്നെ ഉത്തരവുണ്ട്. ക്യു എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പാർട്ണർ ആണ്. നെക്സ്റ്റ് മെമ്പർ ആണ് ആർ. ആർ ബിഹേവ് സച്ച് എ ഫാഷൻ ആൻഡ് ഹി ഈസ് മിസ്റ്റേക്കൺ ടു ബി എ പാർട്ണർ. അയാൾ ഒരു പാർട്ണർ ആണെന്ന് മിസ്റ്റേക്ക് ചെയ്യപ്പെട്ടു, തെറ്റിദ്ധരിക്കപ്പെട്ടു. തേർഡ് പാർട്ടീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാൾ അവിടെ ഒരു മെമ്പർ ആണെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിന് പറയുന്ന ടേമാണ് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. വൺ മാൻ കൺട്രോൾ ഈസ് ബെസ്റ്റ് ഇൻ ദ വേൾഡ്. റൈറ്റ് ദ ഫോം ഓഫ് ബിസിനസ് സ്യൂട്ടബിൾ ഫോർ ദ എബവ് സ്റ്റേറ്റ്മെന്റ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ക്വസ്റ്റ്യൻ കണ്ടോ? വൺ മാൻ കൺട്രോൾ ആണ് ഏറ്റവും അടിപൊളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ബിസിനസ് ആണ്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ ആദ്യം പഠിച്ച ഫോം ഓഫ് ബിസിനസ് ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അതിന്റെ അഡ്വാൻറ്റേജസ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ യു ഹാവ് ടു റൈറ്റ് ഓൾ ദ അഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. എന്തൊക്കെയായിരുന്നു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ്? നമുക്കൊന്ന് വേഗം പറഞ്ഞു നോക്കാം. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. Sole trader is the single owner and manager of the business. അല്ലേ? The formation of a sole proprietorship is very easy. There is no legal formalities to form and close a sole proprietorship.
സോൾ ട്രേഡർ എന്ന് പറയുന്നത് സിംഗിൾ ഓണർ ആണ്. അയാളായിരിക്കും ബിസിനസിന്റെ മാനേജർ. ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, അതെല്ലാം വളരെ കുറവാണ്. ഈസി ആയിട്ട് തുടങ്ങാനും ഈസി ആയിട്ട് അവസാനിപ്പിക്കാനും പറ്റും. സോൾ ട്രേഡറിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ലോസ് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തു വെച്ചിട്ടാണെങ്കിലും ലയബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, സോൾ ട്രേഡിംഗ് ബിസിനസ്സിലെ എൻറ്റയർ പ്രോഫിറ്റും സോൾ പ്രൊപ്പറൈറ്റർ ആണ് എടുക്കുന്നത്. എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിലും ഈ സോൾ പ്രൊപ്പറൈറ്റർ സ്വന്തമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്രയുമാണ് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ പഠിച്ചതിൽ പാർട്ട്നേഴ്സ്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കണം. സോൾ പ്രൊപ്പറൈറ്റർഷിപ്പും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Each for all and all for each is the motto of a cooperative society. In the inaugural address of a cooperative society, the Minister of a Corporation described some good features of a cooperative society. List any 8 important features of a cooperative organization you can recollect. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് മുഴുവനായിട്ടും പഠിച്ച് കൃത്യമായിട്ട് 8 എണ്ണം തന്നെ മെൻഷൻ ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒന്ന്, വോളണ്ടറി മെമ്പർഷിപ്പ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് വളരെ ഈസി ആയിട്ട് കിട്ടും. അവിടെ റിലീജിയന്റെയോ കാസ്റ്റിന്റെയോ ജെൻഡറിന്റെയോ വ്യത്യാസം ഇല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ ലീഗൽ സ്റ്റാറ്റസ്, രജിസ്ട്രേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കമ്പൽസറി ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി ആണ് എല്ലാ മെമ്പേഴ്സിനും കിട്ടുക. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ്. എത്രത്തോളമാണോ അവരുടെ ഷെയർ എടുത്തിരിക്കുന്നത് അത്രത്തോളം മാത്രം ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കുക. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ഞാൻ ഉത്തരവാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഷഫിൾ ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ നോക്കൂ, എൻറ്റയർ പ്രോഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്? നമുക്ക് ഈസി ആയിട്ട് അറിയാം, സോൾ ട്രേഡറിനാണ് കിട്ടുന്നത്. വർക്കിംഗ് പാർട്ട്ണർ, അതിൽ തന്നെ ഉണ്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞുള്ള ഒരു വാക്ക്. അപ്പൊ പാർട്ട്ണർഷിപ്പുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. കോമൺ സീൽ, അതായത് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കല്ലേ. 1 man 1 vote, ആ നിയമം ഫോളോ ചെയ്യുന്നത് എവിടെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ജനറൽ ബോഡി ഉണ്ട്. ആ ജനറൽ ബോഡിയിലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് അവർക്ക് ഓരോരുത്തർക്കും ഓരോ വോട്ടുണ്ട്. ആ വോട്ട് ചെയ്താണ് അവർ മാനേജിംഗ് കമ്മിറ്റിയിലുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ സോൾ ട്രേഡർ ഈസ് എൻറ്റയർ പ്രോഫിറ്റ്, പാർട്ട്ണർഷിപ്പ് വർക്കിംഗ് പാർട്ട്ണർ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കോമൺ സീൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി 1 man 1 vote. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. സോ ഇത് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ആദ്യം ബേസിസ് പഠിക്കുക. മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ എത്രയായിരുന്നു? മിനിമം 2, മാക്സിമം 50, മാക്സിമം 200 വരെ ഇപ്പൊ പറ്റും. പബ്ലിക് കമ്പനിയിൽ മിനിമം 7, മാക്സിമം അൺലിമിറ്റഡ് ആണ്. അപ്പൊ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാകും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് എഴുതിയാൽ മതി. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 2 ആണ്, പബ്ലിക് കമ്പനിയിൽ 3 ആണ്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രൈവറ്റ് കമ്പനിയിൽ 1 lakh, പബ്ലിക് കമ്പനിയിൽ 5 lakh ആണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയറിന്റെ കാര്യത്തിൽ പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പബ്ലിക് കമ്പനിയിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പ്രൈവറ്റ് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. പബ്ലിക് കമ്പനി മസ്റ്റ് ആയിട്ടും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയിട്ടേ പ്രൈവറ്റ് കമ്പനിക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്ക് ആഫ്റ്റർ ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടിയിട്ടാണ് തുടങ്ങാൻ പറ്റുന്നത് പബ്ലിക് കമ്പനിയിൽ. പ്രൈവറ്റ് കമ്പനിയുടെ പേരിന്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും, പബ്ലിക് കമ്പനിയുടെ കൂടെ പബ്ലിക് ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷന്റെ ആവശ്യം പ്രൈവറ്റ് കമ്പനിക്കില്ല. പക്ഷെ പബ്ലിക് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷന്റെ ആവശ്യമുണ്ട്. ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ കമ്പൽസറി അല്ല, നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ്. പബ്ലിക് കമ്പനിയിൽ കമ്പൽസറി ആണ്. മീറ്റിംഗ്സ് സ്റ്റാറ്റുറ്ററി അല്ല, അതായത് കമ്പൽസറി ആയിട്ട് മീറ്റിംഗ് കൂടണമെന്നില്ല പ്രൈവറ്റ് കമ്പനിയിൽ. പക്ഷെ പബ്ലിക് കമ്പനികളിൽ സ്റ്റാറ്റുറ്ററി മീറ്റിംഗ്സ് ഉണ്ട്. അതാണ് പറയുന്നത്. മിനിമം 2 ആളുകളെങ്കിലും ക്വാറം ഉണ്ടായിരിക്കണം. മൊത്തത്തിൽ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ആയിരിക്കണം. ഇപ്പം മൊത്തത്തിൽ എത്ര പേരുണ്ടോ അതിന്റെ 2 പേരെങ്കിലും പ്രസന്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. മിനിമം 2 പേരാണല്ലോ പബ്ലിക് കമ്പനിക്ക്. മറ്റേത് 7 പേരിൽ 5 പേരെങ്കിലും പ്രസന്റ് ആയിരിക്കണം എന്നാണ് ക്വാറം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ
ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഫോം ഓഫ് ബിസിനസ് ഏതാണ്? അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോൺസൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ റെസ്റ്റോറന്റ്. In order to meet the capital requirement, he seeks the help of his friends Subhash and Rahim. At last, they decided to form a business under a certain agreement. What type of agreement did they decide to form? What are the advantages of the business? ഇവിടെ ഒരു സിറ്റുവേഷൻ തന്നിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് അവർ തുടങ്ങാൻ സാധ്യതയുള്ളത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോൺസണിന് ഹോട്ടൽ തുടങ്ങണം, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. അപ്പം അയാൾക്ക് ഒറ്റയ്ക്ക് ക്യാപിറ്റൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടുപേരെയും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പൊ ഏതായിരിക്കും? പാർട്ട്നേഴ്സ് ആയിട്ട് അവർ രണ്ടുപേരും കൂടെ വരികയാണ്. അപ്പം ഉത്തരം എന്തായിരിക്കും? പാർട്ട്ണർഷിപ്പ്. അപ്പം നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് എഴുതേണ്ടത്. ഒന്നാമത് ഫോർമേഷൻ. ഫോം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമേഷൻ ഈസി ആയിട്ട് നടക്കും. ലൈബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. മൂന്ന് പാർട്ട്നേഴ്സ് ആണ്, അവർ 3 പേരും കൂടെ ആയിരിക്കണം എത്ര വന്നാലും ഡെറ്റ് ഡീൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് റിസ്ക് ബെയറിംഗ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ പാർട്ട്നേഴ്സ് ഈക്വലി റിസ്ക് ഷെയർ ചെയ്തിരിക്കണം. റിസ്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രോഫിറ്റ് ലോസ് ഒരുപോലെ ഷെയർ ചെയ്യുന്നു. അവരുടെ റേഷ്യോ അനുസരിച്ച് അവർ ഷെയർ ചെയ്യുന്നു. എത്ര റേഷ്യോയിലാണ്? ഇപ്പൊ ചിലപ്പം ഇപ്പോൾ 100% ആണല്ലോ മൊത്തം വരുന്നത്. അതിൽ ചിലപ്പോൾ 50% ഇട്ടിരിക്കുന്നത് മെയിൻ ആളായിരിക്കും, ബാക്കി 25 ആയിരിക്കും രണ്ടുപേരും ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ റിസ്ക്കും പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്യപ്പെടും. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ആക്ടിവിറ്റീസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആർ മാനേജ്ഡ് ത്രൂ ജോയിന്റ് എഫേർട്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്നാണ് ഡിസിഷൻസ് എടുക്കുകയും എല്ലാ കൺട്രോളും നടത്തുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഫോർ റിസ്കി ബിസിനസ്. വളരെ റിസ്കി ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണോ, കമ്പനി തുടങ്ങുന്നതാണോ നല്ലത്? ഏതാണ് ഏറ്റവും നല്ലത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തന്നെയാണ് നല്ലത്. നിങ്ങൾ പിന്നെ ഇവിടെ ഞാൻ 1 വേർഡ് ആൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The rubber producers in your locality propose to form an organization to safeguard themselves from exploitation of large-scale manufacturers and to get better prices for their products. Suggest the form of organization most suitable to these farmers. State the salient features. ഇവിടെ നോക്കും. ഇവിടെ ഒരു സാഹചര്യം തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ്, ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ. ഇവിടെ വേറൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. റബ്ബർ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ ചെയ്യുന്ന ആളുകളിൽ നിന്നും അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ കുറച്ച് നന്നാക്കാനും അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാനുമായിട്ട് ഏത് തരത്തിലുള്ള ബിസിനസ് ആയിരിക്കും അവർക്ക് തുടങ്ങുന്നത് ബെറ്റർ? ഇപ്പൊ തന്നെ ഉത്തരം കിട്ടി കാണുമല്ലോ. കോപ്പറേറ്റീവ് സൊസൈറ്റി. അവരെല്ലാവരും കൂടി ചേർന്ന് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ ഫീച്ചേഴ്സ് എന്നും കൂടെ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഒന്ന് വോളണ്ടറി ആയിട്ടുള്ള മെമ്പർഷിപ്പ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വളരെ വോളണ്ടറി ആയിട്ട് കിട്ടും, എല്ലാവർക്കും ഓപ്പൺ ആണ്, റിലീജിയനും കാസ്റ്റും ജെൻഡറും ഒന്നും ഇല്ലാതെ തന്നെ. 2 ലീഗൽ സ്റ്റാറ്റസ്. രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്, മസ്റ്റ് ആയിട്ടും അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ലിമിറ്റഡ് ലൈബിലിറ്റി. ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അവർ എത്രത്തോളം എമൗണ്ട് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്രത്തോളം, ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് അത്രത്തോളം മാത്രം ലിമിറ്റഡ് ആയിരിക്കും ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കൺട്രോൾ ആണ്. മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ലൈ വിത്ത് ദ മാനേജിംഗ് കമ്മിറ്റി എലക്ടഡ് ബൈ ദ മെമ്പേഴ്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞു 1 man 1 vote കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും ഇതിന്റെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എ എന്ന് പറയുന്നത് ബിയും സിയും ആയിട്ട് മാച്ച് ചെയ്യപ്പെടാം. ഇവിടെ ഞാൻ ഡയറക്റ്റ്ലി ഉത്തരം വരുന്ന ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സീക്രസി ഉള്ള, ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ കോ പാർട്ട്നേഴ്സ് വരുന്നുണ്ട്. കോ പാർട്ട്നേഴ്സിന് ലിമിറ്റഡും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലുള്ള കർത്തയ്ക്ക് അൺലിമിറ്റഡുമായിട്ടുള്ള ലൈബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് തന്നെ കോ പാർട്ട്നേഴ്സ് കർത്ത. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ 1932 ആണ് ഇയർ നമുക്കറിയാം. ഇംപ്ലൈഡ് ആണ്. ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെടാത്ത ഒരു ഏജൻസി പോലെ തന്നെ ആക്ട് ചെയ്യുന്ന കാര്യമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി.
കോപ്പറേറ്റീവ് സൊസൈറ്റി 1 man 1 vote ആണെന്ന് നമുക്കറിയാം. അതുപോലെ സർവീസ് മോട്ടീവിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് അറിയാം. നെക്സ്റ്റ് വരുന്നതാണ് രജിസ്റ്റേർഡ് കമ്പനി. അത് 1956 ആണ് വർഷം. 2013 അമെൻമെന്റ് ചെയ്ത വർഷം. അപ്പൊ രണ്ടും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. 1956 2013. HMT എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കമ്പനി. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് HMT ഇപ്പൊ പെട്ടെന്ന് അറിയില്ലെങ്കിലും സിയിലെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ HMT നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നോളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മിസ്റ്റർ കിരൺ ഈസ് എ സയൻസ് സ്റ്റുഡന്റ് who doesn't know the idea behind using the word limited with the names of many enterprises. Can you help him? അതായത് കിരൺ അറിയില്ല എന്തിനാണ് ഒരു കമ്പനിയുടെ കൂടെ ലിമിറ്റഡ് എന്ന് ചേർക്കുന്നതെന്ന്. എന്തിനായിരിക്കും? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കൂടെയാണ് ലിമിറ്റഡ് എന്ന വാക്ക് ചേർക്കുന്നത്. അത് എന്തിനാ ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് പ്രൈവറ്റ് കമ്പനിയാണോ പബ്ലിക് കമ്പനിയാണോ എന്ന് മനസ്സിലാക്കാനും അവരുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റഡ് എന്ന വാക്ക്, LTD എന്ന വാക്ക് നമ്മൾ ഒരു കമ്പനിയുടെ പേരിന്റെ കൂടെ ചേർക്കപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ്. ഇവിടെ ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സ്? ഒന്ന്, ലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി. ലൈബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവർ എത്രത്തോളമാണോ അവർ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത്രത്തോളം ഫേസ് വാല്യൂവിൽ ലിമിറ്റഡ് ആയിരിക്കും. ഇത് റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. രണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയുടെ പോലെയല്ല, പബ്ലിക് കമ്പനിയിൽ ഷെയർ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അവർക്ക് ലിക്വിഡിറ്റി കൊടുക്കുന്നുണ്ട്. മൂന്ന്, പെർപച്വൽ എക്സിസ്റ്റൻസ്. അതായത് കമ്പനി ഒരിക്കലും നിൽക്കുന്നില്ല, കമ്പനിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു എക്സിസ്റ്റൻസ് ആണുള്ളത്. അത് ഡെത്തോ ഇൻസോൾവൻസിയോ ഒന്നും അഫക്റ്റഡ് ആവുന്നില്ല. നെക്സ്റ്റ്, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. കമ്പനിക്ക് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബിസിനസ് കുറച്ച് വലുതാക്കാനും ലാർജ് സ്കെയിൽ വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. അത് നെക്സ്റ്റ് വൺ ആണ് പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് കൂടുതൽ ഹയർ സാലറി ഉള്ള ആളുകളെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർ നല്ല സ്പെഷ്യലിസ്റ്റുകളെയും പ്രൊഫഷണലുകളെയും ഒക്കെ മാനേജറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനേജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അതെപ്പോഴും ഗ്രേറ്റർ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കും. സോ ലിമിറ്റഡ് ലയബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, പെർപച്വൽ എക്സിസ്റ്റൻസ്, സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് കോ പാർട്ട്നേഴ്സ് ഇൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഈസ്. ഞാൻ ഓൾറെഡി ഇപ്പം ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ കോ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ലിമിറ്റഡ് ആയിരിക്കും. കർത്തയുടെ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മിസ് ദലിയ വാണ്ട്സ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. എക്സ്പ്ലെയിൻ any 4 basic factors that's to be considered before starting the business. ഇത് നമ്മൾ പഠിച്ചതല്ലേ. ഏതൊക്കെയാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വേണ്ട ഫാക്ടേഴ്സ് എന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരവാണത്. ഒന്നാമത് അതിന്റെ കോസ്റ്റ്, എത്രത്തോളം ഈസി ആയിട്ട് അത് ഫോം ചെയ്യാം, അതിന്റെ ലൈബിലിറ്റി, അതിന്റെ കണ്ടിന്യൂറ്റി, അതേപോലെ തന്നെ മാനേജ്മെന്റ് എബിലിറ്റി, അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ ഡിഗ്രി ഓഫ് കൺട്രോൾ, അതിന്റെ നേച്ചർ ഓഫ് ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി ഏത് ടൈപ്പ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ആണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മിസ്റ്റർ കുമാർ ആൻഡ് മിസ്റ്റർ ബഷീർ ഹാവ് സ്റ്റാർട്ടഡ് an unregistered business on the basis of an agreement. Identify the form of business. Explain features. കുമാറും ബഷീറും ചേർന്ന് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ വെച്ച് ഒരു ബിസിനസ് തുടങ്ങി. എഗ്രിമെന്റ് എന്ന് വരുമ്പോൾ തന്നെ അറിയാലോ അത് പാർട്ട്ണർഷിപ്പ് ആണെന്നുള്ളത്. പാർട്ട്ണർഷിപ്പിലാണ് എഗ്രിമെന്റും ഉള്ളത്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഒക്കെ വരുന്നത്. സോ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സും പാർട്ട്ണർഷിപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെയാ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്? ഒന്ന്, ഫോർമേഷൻ. ഫോർ ദ ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങും, എഴുതി വെക്കും. ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കും. അത് ജോയിന്റ്ലി ഇൻഡിവിജ്വലി ഒക്കെ ലൈബിൾ ആയിരിക്കും അവിടെ എടുക്കുന്ന കടത്തിന്. റിസ്ക് ബെയറിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണോ ഷെയർ ചെയ്യപ്പെടുന്നത് അതേ റേഷ്യോയിലായിരിക്കും റിസ്ക് എല്ലാം അവർ ഒരുമിച്ച് ഷെയർ ചെയ്യപ്പെടുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ആക്ടിവിറ്റീസ് എല്ലാവരും പാർട്ട്ണർഷിപ്പിൽ എല്ലാവരും ജോയിന്റ്ലി ആയിരിക്കും, ഒരു എഫേർട്ട് ഇട്ടിട്ടായിരിക്കും പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ അവരുടെ ഡിസ്കഷൻസ് എല്ലാം നടത്തി അവർ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ആരെങ്കിലും ഒരു റിട്ടയർമെന്റോ ഡെത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സ്റ്റോപ്പായി
പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കണം. അതായത് പുതിയ ആളുകൾ വരുന്നുണ്ടോ, ആരെങ്കിലും പോയിട്ടാണോ തുടങ്ങുന്നത്, അപ്പം റിന്യൂ ചെയ്ത് പുതിയ എഗ്രിമെന്റ് തുടങ്ങിയാൽ അങ്ങനെ ഒരു ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി അവിടെയുണ്ട്. നെക്സ്റ്റ് മെമ്പർഷിപ്പ് ആണ്. അതായത് 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ പാർട്ട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. മാക്സിമം നമ്പർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 10 ആണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 20 ആണെങ്കിൽ നോൺ ബാങ്കിങ് ബിസിനസ്സിന് പറ്റും. നെക്സ്റ്റ് മ്യൂച്വൽ ഏജൻസി ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സും ഏജന്റ് ആയിട്ടും പ്രിൻസിപ്പൽ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവര് എന്താണെന്ന് പറയാം, മ്യൂച്വൽ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മോഹൻ, his parents, grandparents and his brothers, sisters are living together. They have a family business. Identify the form of business organization. Write 2 features of it. Easily നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണിത്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അവരുടെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒന്ന് ഫോർമേഷൻ. ജോയിന്റ് ഹിന്ദു ഫാമിലി വളരെ ഈസി ആയിട്ട് 2 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഹിന്ദു രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അവർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്. മെമ്പർഷിപ്പ് ബൈ ബർത്ത് തന്നെ ഫാമിലിയിൽ എല്ലാവരും ഇതിൽ ഈക്വലി മെമ്പേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ പാർട്ട്ണർ whose association with the firm is unknown to the general public. ആൾക്കാർക്ക് ഇങ്ങനെ ഒരാള് പാർട്ട്ണർ ആയിട്ടുണ്ട് എന്ന് അറിയില്ല. ഇങ്ങനെയുള്ളവരെ പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് പാർട്ട്ണർ ആണ്? സീക്രട്ട് ആണ്. സീക്രട്ട് പാർട്ട്ണർ. അവരുടെ എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? കർത്ത. കർത്ത ആരായിരുന്നു? ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ ആയിരിക്കും. ആ കർത്തയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത എൽഡസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ അവിടെ സീനിയർ ആയിട്ട് വന്ന് ആ കർത്ത എന്ന് പറയുന്ന പൊസിഷൻ എടുക്കും. കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഏതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടി സർവീസ് മോട്ടീവോടുകൂടി വരുന്ന ആളുകൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, നോക്കൂ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവർക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസി ആയിട്ട് അറിയായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിട്ടൺ എഗ്രിമെന്റ് വിച്ച് സ്പെസിഫൈസ് the terms and conditions that govern the partnership is called partnership deed. പാർട്ട്ണർഷിപ്പിൽ അവർ എഴുതുന്ന റിട്ടൺ എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന്. അതിൽ മെയിൻ ആയിട്ടും ഫേമിന്റെ പേരും അതേപോലെ തന്നെ നേച്ചർ ഓഫ് ബിസിനസ് ഏതാണോ അവർ തുടങ്ങുന്നത്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണോ എന്നുള്ളതും ആ ബിസിനസിന്റെ ലൊക്കേഷനും അതിന്റെ ഡ്യൂറേഷനും എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഓരോ പാർട്ട്നേഴ്സും ചെയ്തിട്ടുള്ളതെന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അവർ മെൻഷൻ ചെയ്തിരിക്കണം. സോ അതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഇന്നത്തെ സെഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. മെയിൻ ആയിട്ടും എല്ലാ ടൈപ്പ് ഓഫ് ഫോം ഓഫ് ബിസിനസിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിഞ്ഞിരിക്കുക. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് നോക്കി വെക്കുക. ഒരു ഫോം ഓഫ് ബിസിനസ് ചൂസ് ചെയ്യണമെങ്കിൽ അതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് വേണമോ നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.